ഡൽഹിയിൽ ഭൂചലനം 6.1 തീവ്രത രേഖപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനാണ് പ്രഭവ കേന്ദ്രം. ഹിമാലയൻ മേഖലയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഉച്ചയ്ക്ക് ഏതാണ്ട് 2:50 അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടാകുന്നു. ഏതൊക്കെ മേഖലകളിൽ ഇത് അനുഭവപ്പെട്ടു? പാകിസ്ഥാനിൽ അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നതാണല്ലോ വിവരം. അനുജ, ഉച്ചയ്ക്ക് 2:50 ഇന്ത്യൻ സമയത്ത് ഈ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ശക്തമായ ഭൂചലനം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മേഖല കേന്ദ്രമാക്കി ഉണ്ടായിരിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 224 കിലോമീറ്റർ താഴെയാണ് ഈ ഭൂചലനത്തിന്റെ യഥാർത്ഥ പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഭൂചലനം ശക്തമായി തന്നെ അനുഭവപ്പെട്ടിരുന്നു. ബഹുനില കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്ത്യയിൽ ഭൂചലനത്തെ തുടർന്ന് ഇതുവരെയും അപകടങ്ങളോ മറ്റോ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതേസമയം പാകിസ്ഥാനിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഭൂചലനം ശക്തമായി തന്നെ അനുഭവപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ മാധ്യമങ്ങളിലടക്കം എല്ലായിടത്തും അതിശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപകടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പാകിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ അറിവായിട്ടില്ല. കഴിഞ്ഞ 3 മാസത്തിനിടെ നിരവധി ഭൂചലനങ്ങൾ ഈ ഹിന്ദുക്കുഷ് മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. അനുജ, അതിന്റെ ഭാഗമായാണ് ഡൽഹിയിലും ജമ്മു കശ്മീരിലും അടക്കമുള്ള മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്.